അനുസരണം ഒരു ചെറിയ കാര്യമല്ല, അനുസരണം ഒരു ഭയങ്കര കാര്യമാണ്. നമ്മളെല്ലാവരെയും അനുസരിപ്പിക്കുന്നവർ അല്ലേ? പാസ്റ്റർമാരെ വിശ്വാസികളെ അനുസരിപ്പിക്കും, വിശ്വാസികളെല്ലാം കൂടെ ചെന്ന് പാസ്റ്റർമാരെ അനുസരിപ്പിക്കും. സ്വത്രം ഭർത്താവ് ഭാര്യ അനുസരിപ്പിക്കും, ഭാര്യ ഭർത്താവിനെ നന്നായിട്ട് അനുസരിപ്പിക്കും. സ്വത്രം മക്കളെ അനുസരിപ്പിക്കും, മക്കളെല്ലാം കൂടെ അപ്പനെ അമ്മമാരെ അനുസരിപ്പിക്കും. അനുസരിക്കുന്നതിനേക്കാൾ എല്ലാവർക്കും ഇഷ്ടം അനുസരിപ്പിക്കുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടം, എല്ലാവർക്കും അതാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ പറഞ്ഞത് അനുഗ്രഹിക്കപ്പെടാൻ മറ്റൊരു വഴിയാണ് അനുസരണം എന്ന് പറഞ്ഞത്. കേൾക്കണേ, അനുസരണം ഒരു സാധാരണമായിട്ട് കാണരുത്. അനുസരണം അനുഗ്രഹത്തെ കൊണ്ടുവരുന്ന വഴിയാണ്. ബൈബിൾ നിങ്ങൾ വായിച്ചാൽ അനുസരിക്കപ്പെട്ടവരൊക്കെ നിങ്ങൾ എടുത്ത് വായിച്ച് നോക്കിക്കോ. ആമേസ്തോത്ത്, അവരുടെയൊക്കെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവം നോഹ എന്ന മനുഷ്യനോട് ദൈവം സംസാരിച്ചു. എന്താണ് പറഞ്ഞത്? നോഹേ, നീ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, നീ എന്ത് ചെയ്യണം? നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ഇങ്ങനെയൊക്കെ മരങ്ങളൊക്കെ മുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു പെട്ടകം ഉണ്ടാക്കണം. പുള്ളി ചോദ്യം ചെയ്യാൻ പോയില്ല. ചോദ്യം ചെയ്യാതെ ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിച്ചു. സ്തോത്രം. ആമേ. ദൈവം എന്ത് പറഞ്ഞോ, ദൈവം എന്ത് ആവശ്യപ്പെട്ടുവോ, ദൈവശബ്ദത്തിന് പുള്ളി അനുസരിക്കാൻ തീരുമാനിച്ചു. സ്തോത്രം.